കൊള്ളൂല പിന്നെ വെട്ടി പരിപ്പി സെക്യൂരിറ്റിയാ എവിടെ കലാമ എവിടെ ഭയങ്കര വലിപ്പമുള്ള ആദ്യം പറഞ്ഞത് അത് 2 ഘട്ടം 2 റെഡിയാ ലൈവ് അല്ല. എവിടെ
എന്താണ് ആ എൻട്രി കറക്റ്റ് ആയിരുന്നു, അടിപൊളി. ഇല്ല, എവിടെ പോന്നോ? വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിന്റെ ഇതിലേക്ക് നടക്കുകയാണ്. എത്തിച്ചേർന്ന എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും സ്വാഗതം പറയാണ്. അതിന്റെ ക്ലാസ് ഉണ്ട്. പിന്നെ റമദാൻ പ്രഭാഷണ ഏതാനും നിമിഷങ്ങളോടൊപ്പം നമ്മൾ ആരംഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. वीडियो बच्चा It is
Lotus, toes, toes. Bye, bye, bye. ശ്രദ്ധിക്കുക. വലിയ രീതിയിലാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ആരും എത്തിച്ചേർന്ന് എത്തിച്ചിരുന്ന ഒരേയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരേ കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രബോധന രംഗത്ത് ദീർഘകാലമായി പ്രവർത്തന പരിചയമുള്ള നമ്മുടെ ഉസ്താദ് മുബാറക് മദനി അവരുമാണ്. അദ്ദേഹത്തെ റമദാൻ ദിന പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഹാർദമായി കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഹഫ്റൽ ബാത്തിൻ KMC സംഘടിപ്പിച്ചിട്ടുള്ള ഇഫ്താർ സംഗമത്തിലാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. KMCയുടെ ഇഫ്താറിനെ സംബന്ധിച്ച് പറയുമ്പോൾ 15 വർഷക്കാലം
15 വർഷത്തോളം അതിലേറെ പഴക്കമുള്ള നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഇഫ്താർ സംഗമമാണ് KMCCയുടെ ഇഫ്താർ സംഗമങ്ങൾ പൊതുവെ മാതൃകാപരവും അഭിനന്ദാർഹവുമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക. ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും ഇതിനുവേണ്ടി പ്രയത്നിച്ചവർക്കും ഇതിനുവേണ്ടി സഹകരണം നൽകിയവർക്കും എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഏതൊരു വിശ്വാസിക്കും അറിയുന്ന കാര്യമാണ്. 5 പഞ്ചസ്തംഭങ്ങളിലുമാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 കാര്യങ്ങൾ തന്നെ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയ ഒന്നാണ് നമസ്കാരത്തിന് പുറമെ സകാത്തിനോടൊപ്പം തന്നെ ഹജ്ജിനോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒന്നാണ് സിയാമു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത്. റമളാനിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധാരാളം മഹത്വങ്ങൾ പറഞ്ഞാൽ ഈ 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങൾ റമളാനിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ട്. വളരെ ഷോർട്ടായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നോമ്പ് നമുക്ക് മഗ്ഫിറത്തുദ് ദുനൂബാണ് എന്നുള്ളതാണ്. പാപമോചനത്തിന്റെ മാസമാണ് റമളാൻ എന്നുള്ളത്. നോമ്പെടുക്കുന്നതോടൊപ്പം തന്നെ റമളാനിലെ രാത്രി നമസ്കാരത്തോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സ്വമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും വിശുദ്ധ റമളാനിൽ ഈമാനോടുകൂടെ വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസത്തോടു കൂടെയും വഹ്തിസാബൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. അതേ പ്രകാരം തന്നെ മറ്റൊരു ഹദീസിൽ മൻ ഖാമ റമളാൻ, ആരെങ്കിലും റമളാൻ മാസത്തിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ പ്രകാരം തന്നെ റമളാൻ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മാസമാണ് വിശുദ്ധ റമളാൻ മാസം. അപ്രകാരം തന്നെ റമളാനിൽ നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്ന മറ്റൊരു മഹത്വമാണ് ഈ വിശുദ്ധ റമളാൻ മാസത്തിൽ ഇദാ ജാഅ റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കപ്പെടുകയാണ്. മാത്രവുമല്ല വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയാണ്. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ അല്ലാഹു കൊല്ലമസ്തനാക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നോമ്പുകാർക്ക് മാത്രമായി തയ്യാറാക്കപ്പെട്ട റയ്യാൻ എന്ന സ്വർഗ കവാടം അത് വിശ്വാസികൾക്കുള്ളതാണ്, നോമ്പുകാർക്കുള്ളതാണ്. ആ നോമ്പുകാർക്ക് തയ്യാറാക്കപ്പെട്ട കവാടത്തിലൂടെ നാം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണം? സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം വിശുദ്ധ റമളാനിന്റെ 1ാമത്തെ 10 കഴിഞ്ഞു, 2ാമത്തെ 10ലാണ് നമ്മളുള്ളത്. ആദ്യത്തെ പകുതി അവസാനിച്ചു, 2ാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് വിശുദ്ധ റമളാൻ വിശേഷിക്കുന്നത്. അതുകൊണ്ട് ഈ റമളാൻ നമ്മുടെ ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, ഇതുവരെ ആരാധനകൾ നിർവഹിക്കാത്ത അനുസരിച്ചുകൊണ്ട പല ആളുകളുണ്ടാവും. അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാധനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം, ആരെങ്കിലും ഒരു നേരത്തെ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പഠിപ്പിച്ചെങ്കിൽ അള്ളാന്റെ അടുത്ത് നമ്മൾ മുസ്ലിമായി തീരുകയില്ല. അതുകൊണ്ട് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ഈ റമളാൻ നമുക്ക് നമ്മിൽ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ മുമ്പ് ഖിയാമിലെ രാത്രി നമസ്കാരങ്ങൾ, തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ
പാരായണം, സദഖകള്, ദുആകള്, ദിക്റുകള്, സ്വലാത്തുകള്, അതേ പ്രകാരം തന്നെ ഉംറ, ഇതുപോലെയുള്ള ഇഫ്താർ സംഗമങ്ങള്, ഇതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ സൽക്കർമ്മങ്ങളായി നാം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത്. അതല്ലാതെ ഒരു നോമ്പെടുത്ത് സൽക്കർമ്മങ്ങളും ആരാധനകളൊന്നും ഇല്ലാതെ നോമ്പെടുത്തു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമില്ല എന്ന് നാം മനസ്സിലാക്കി വെക്കുക. അതേ പ്രകാരം നമ്മുടെ ആരാധനകൾ, നമ്മുടെ മുഴുവൻ ആരാധനകളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും മറ്റു യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണോ എന്ന്. അള്ളാഹുവിനുള്ള ആരാധനയോട് പറഞ്ഞ പല സ്ഥലങ്ങളിലും ഇവിടെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അപ്രകാരം തന്നെ ഏറ്റവും വലിയ പാപം എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശിർക്കില്ലാതെ അള്ളാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. മാതാപിതാക്കളോട് ഉള്ള കടമകൾ പ്രത്യേകം ഞാൻ എടുത്തു പറയുവാനുള്ള കാരണം നമുക്കറിയാം. അല്ലാഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ സഹാബികൾ വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യുൽ അമലി ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട, ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാ എന്ന് ചോദിച്ചു. സഹാബികൾ ചോദിക്കുക, ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനം? റസൂലുള്ള ഒന്നാമതായി നൽകിയ മറുപടി അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതാതിന്റെ സമയം നിർവഹിക്കലാണ്. പിന്നീട് സഹാബികൾ ചോദിച്ചു, പിന്നെ എന്താ പ്രവാചകരെ? റസൂൽ നൽകിയ മറുപടി ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് എന്നുള്ളത്. അത് ഖുർആനിന്റെ കൽപ്പനയാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞതോടൊപ്പം അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെ അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം മാതാപിതാക്കളോട് കലർത്ത് സംസാരിക്കുകയെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അവരോട് ഒരു അനാവശ്യ വാക്കുകൾ പോലും പറയരുതെന്ന് പറഞ്ഞ എന്നുള്ള വാക്കുപോലും അവരോട് പറഞ്ഞ അത്രയും ബഹുമാനത്തോടു കൂടി നമ്മൾ ആദരിക്കേണ്ടവരാണ് മാതാപിതാക്കളെ നാം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് മാതാക്കളെ ബഹുമാനിക്കുന്നതിന് പകരം, മാതാപിതാക്കളെ ആദരിക്കുന്നതിന് പകരം മാതാപിതാക്കളെ നിന്ദിക്കുകയും മാതാപിതാക്കളെ കൊലചെയ്യുകയും ചെയ്യുന്നു എന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ എത്തിയിട്ടുള്ളത്. പല ആളുകളും നാം മനസ്സിലാക്കി വെക്കുക. സഹോദരങ്ങളെ, ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിനുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ റബ്ബിനെ കുറിച്ചുള്ള ഭയം ഇല്ല എന്നത് കാരണമാണ് ഇങ്ങനെയുള്ള തിന്മകളിലേക്കും അക്രമങ്ങളിലേക്കും നമ്മുടെ സമൂഹം, നമ്മുടെ കുട്ടികളൊക്കെ പോയിക്കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവിക ഭയമില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊള്ളയും കൊലപാതകവും വർദ്ധിച്ചു വരും, അവിടെ മദ്യവും മയക്കുമരുന്നും വർദ്ധിച്ചു വരും. ഇന്ന് കഞ്ചാവും MDMAയും സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ വാർത്തകൾ നമ്മുടെ മുന്നിൽ ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കൊലപാതകം എന്നുള്ളത് ഏറ്റവും വലിയ ശിർക്കിനെ പോലെ തന്നെ മറ്റൊരു വൻ പാപമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. സ്വന്തം കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട 5 ആളുകളെ ചുറ്റുക കൊണ്ട് അടിച്ചു വന്ന സംഭവം നമ്മൾ ഈ 2 ആഴ്ചകൾക്ക് മുമ്പാണ് കേട്ടത്. മകൻ ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന സംഭവം നമ്മൾ കേട്ടു. മകൻ അച്ഛനെ ചവിട്ടിക്കൊന്ന സംഭവം 2 ദിവസം മുമ്പാണ് കേട്ടത്. മക്കൾ മാതാപിതാക്കളെ വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ട് വീട് ചുട്ടുകരിച്ച സംഭവം നമ്മൾ കേട്ടു. അമ്മ കുഞ്ഞിനെ കിണറ്റ് വരുന്ന സംഭവം നമ്മൾ കേട്ടു. കാമുകയെ കിടപ്പറയിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവം നമ്മൾ കേട്ടു. എന്തെല്ലാം മനുഷ്യത്വം മരവിച്ചു പോയ പ്രവർത്തനങ്ങളാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവയുടെയൊക്കെ എല്ലാം പ്രധാനപ്പെട്ട വില്ലൻ അത് ലഹരിയാണ്, അത് മദ്യമാണ് എന്ന് നാം മനസ്സിലാക്കി വെക്കുക. ഇസ്ലാം മുന്നേ ഇതിനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് ഉപേക്ഷിക്കണേ, നിങ്ങൾ മദ്യം ഒഴിവാക്കണേ, നിങ്ങൾ ലഹരി ഒഴിവാക്കണേ, അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്താണ് ലഹരി മൂലം ഇന്ന് മനുഷ്യനെ അവന്റെ ബുദ്ധി പോലും മരവിച്ചു പോകുന്ന അവസ്ഥയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാതെയാണ്. അങ്ങനെയാണെങ്കിൽ തന്റെ മാതാവാരെയെന്ന് അറിയില്ല, തന്റെ പിതാവാരെയെന്ന് അവനറിയില്ല,
ആരെ കൊല്ലാം ആരെ കൊല്ലാൻ പറ്റുമെന്നറിയില്ല. കൊലപാതകം അത് സിദ്ധമായി നടക്കുകയാണ്. സഹോദരങ്ങൾ, ഏറ്റവും തന്റെ രക്തത്തിൽ പിറന്ന ആളുകളെ പോലും കൊല ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യന്റെ ബുദ്ധി, ഒരു മനുഷ്യന്റെ മനസ്സ് ഏത് രൂപത്തിൽ അറിയിച്ചു പോയിരിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കോളേജിലെ, നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സമൂഹവും ഇന്ന് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വളരെ വളരെ വഴികളിലേക്കാണ് ഇന്ന് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുക. അവര് വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു തരികയാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, ഞാൻ MDMA കാരിയറായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇവര് ഇത് ഉപയോഗിക്കുകയും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഒരുമിച്ച് പോയിക്കൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മക്കൾ ക്രിമിനലുകളായി തീരുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ ക്രിമിനലായി തീരാതിരിക്കാൻ നാം ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടി ശിക്ഷണം നൽകി അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഒരിക്കലും സ്വന്തം മാതാപിതാക്കൾ നമുക്ക് എതിരാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നു കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വിശുദ്ധ റമദാനിൽ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച 1000 മാസത്തേക്കാൾ പ്രതിഫലമുണ്ട് എന്ന് വിശേഷിപ്പിച്ച ആ ഒരു രാത്രി റമദാനിന്റെ അവസാനത്തെ 10ലാണ് വരാനിരിക്കുന്നത്. പ്രതീക്ഷിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അതുകൊണ്ട് ആരാധനകളിലും ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലും ദുആകളിലും രാത്രി നമസ്കാരങ്ങളിലും ഒഴുകി ജീവിക്കുക. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. ആരെങ്കിലും മോശപ്പെട്ട സംസാരങ്ങളും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അവൻ നോമ്പെടുത്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരലോകം നമ്മൾ നന്നാക്കുക. പരലോകത്തിൽ നമ്മളെ കൂടെ സഹായിക്കാൻ നമ്മുടെ കൂടെ മറ്റൊരാളുമില്ല. നഫ്സി നഫ്സി എന്നുള്ള രീതിയിൽ നമ്മൾ പരലോകത്ത് പോകേണ്ടി വരും. നമ്മുടെ കൂടെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവില്ല നമ്മൾക്ക് ഹെൽപ്പിന് വേണ്ടി. നമ്മുടെ ഭാര്യയും കുട്ടികളും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. ഓരോരുത്തരും ചെയ്ത പ്രവർത്തനത്തിന് അവർക്ക് പ്രതിഫലമുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് മരിക്കാൻ സമയം തൗബ ചെയ്തുകൊണ്ട് കാര്യമല്ല. മരണസമയത്തുള്ള തൗബ അല്ലാഹു സ്വീകരിക്കുന്നില്ല. നമ്മൾ അതിന് മുമ്പ് അല്ലാഹു നമുക്ക് ആരോഗ്യവും ആയുസ് നൽകിയിട്ടുള്ള ഈ സമയത്ത്, ഈ പ്രായ സമയങ്ങളിൽ നമ്മൾ റബ്ബിലേക്ക് മടങ്ങുക. ആരാധനകൾ അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുക. നമസ്കാരവും ഉപേക്ഷിക്കുകയില്ല എന്ന് ഈ റമദാനോട് കൂടി നാം മനസ്സാൽ നിയ്യത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ്താറിൽ ഇവിടെ സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാളും ഏറെ ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഉള്ള ഭക്ഷണങ്ങൾ പരസ്പരം കൈമാറുകയും ഒക്കെ ആളുകൾ സഹകരിക്കണം എന്നുകൂടി ഉണർത്തുന്നു. നമ്മൾ സംഘാടകർ പ്രതീക്ഷിച്ചതിലേറെ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വീണ്ടും കൂടുതലായി എത്തി. പള്ളിക്ക് പുറത്ത് പോലും ആളുകൾ, റോട്ടിൽ പോലും ആളുകൾ ഇരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. الله أكبر الله أكبر
الله أكبر لا फ्रूट्स